തീപിടുത്തത്തിൽ മരിച്ച 4 മലയാളികളുടെ സംസ്കാരം ഇന്ന്. സാജൻ ജോർജ്, ലൂക്കോസ് ബാബു, അനീഷ് കുമാർ, ആകാശ് നായർ എന്നിവർക്ക് വിട നൽകാൻ ജന്മനാട്. പരിക്കേറ്റവർ അപകടനില തരണം ചെയ്തു. കുവൈത്തിൽ വീണ്ടും തീപിടുത്തം, ആളപായമില്ല. തൃശൂരിലും പാലക്കാടും നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടമില്ല. ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം. തൃശൂരിൽ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കരുണാകരൻ തന്റെ ഗുരുവെന്നും രാഷ്ട്രീയമില്ലെന്നും പ്രതികരണം. തൃശൂർ ലൂർദ് മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു. നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്ത് ED. നടപടി മഞ്ഞുമൽ ബോയ്സ് സിനിമ നിർമ്മാതാക്കൾക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ. പറവ ഫിലിംസ് കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിൽ അന്വേഷണം ഊർജിതം. 4ാമത് ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനം. മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ട് അവതരിപ്പിക്കും. വിഷയാടിസ്ഥാനത്തിലുള്ള സമിതി റിപ്പോർട്ടുകളും സമർപ്പിക്കും. ഇന്ന് അറഫ സംഗമം. ഹജ്ജിന്റെ പ്രധാന ചടങ്ങിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ബലിപെരുന്നാൾ. യൂറോ കപ്പ് ഉദ്ഘാടന മത്സരത്തിൽ ജർമ്മനിക്ക് തകർപ്പൻ ജയം. സ്കോട്ട്ലാൻഡിനെ പരാജയപ്പെടുത്തിയത് 1-നെതിരെ 5 ഗോളുകൾക്ക്. ഇന്നത്തെ മത്സരത്തിൽ ഹംഗറി സ്വിറ്റ്സർലാൻഡിനെയും സ്പെയിൻ ക്രൊയേഷ്യയും നേരിടും. 2020 ലോകകപ്പിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യക്ക് എതിരാളി കാനഡ.